ഏപ്രിൽ 26-ന് കേരളത്തിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ മുൻപ് സാധാരണയല്ലാത്ത രീതിയിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ചില മണ്ഡലങ്ങളും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ താരതമ്യേന പ്രാധാന്യമില്ലാത്ത ഒരു മണ്ഡലമാണ് ത്രികോണ മത്സര കാര്യത്തിൽ പാലക്കാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടെന്ന് ഈ പ്രാവശ്യം പറയുക വയ്യ. കാരണം അവിടെ NDA മുന്നണി സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ താരതമ്യേന രാഷ്ട്രീയത്തിൽ വലിയ അടയാളങ്ങളൊന്നും വരുത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹം പ്രാദേശികമായി വളർന്നു വന്ന ഒരു നേതാവ് എന്ന കവിഞ്ഞ് BJP-യിലാകട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതു സമൂഹത്തിലാകട്ടെ അത്ര തരത്തിൽ ഒരു പ്രാഗൽഭ്യം തെളിയിച്ചിട്ടില്ല ഇതിനോടകം. എന്നാൽ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ വളരെ പ്രശസ്തരും 2 മുന്നണികളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരും അതിൽ UDF-ന്റെ പ്രതിനിധി നിലവിൽ പാർലമെന്റ് അംഗമായിരിക്കുന്നയാളുമാണ്. ശ്രീമാൻ A. വിജയരാഘവനാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. ശ്രീ A. വിജയരാഘവൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ R. ബിന്ദു. DYFI അല്ലെങ്കിൽ SFI മേഖല മുതൽ പ്രവർത്തിച്ച് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനത്തെത്തിയ ശ്രീ A. വിജയരാഘവനെ നേരിടുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി നിലവിലിരിക്കുന്ന അവിടുത്തെ MP ആയ ശ്രീ VK ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠന്റെ 2ാം ഊഴമാണ് ഇപ്പോൾ ഈ മത്സരം. അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ എതിരാളിയായ താരതമ്യേന പ്രശസ്തൻ എന്ന് പൊതുവെ കരുതിയിരുന്ന LDF-ന്റെ യുവ നേതൃനിരയിൽ തെളിഞ്ഞു നിന്ന CPM-ലെ MP രാജേഷിനെയാണ് 2019-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അത് അദ്ദേഹത്തിന്റെ തിളക്കമാർന്ന വിജയമായിരുന്നു, കന്നി വിജയമായിരുന്നു. ശ്രീ VK ശ്രീകണ്ഠനും ഒരു തരത്തിൽ പറഞ്ഞാൽ യുവ നേതൃനിരയിൽ നിൽക്കുന്ന പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയനാണ്. അദ്ദേഹം പാലക്കാടിന്റെ മണ്ണുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അധികപ്പറ്റാവുകയില്ല. A. വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും പാർട്ടിയിലെ സ്ഥാനവും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയും ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തമ്മിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF-ന്റെ കൺവീനറായ ശ്രീ EP ജയരാജൻ ഇടയ്ക്കിടയ്ക്ക് ചില നനഞ്ഞ പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് പൊട്ടിച്ച ഒരു നനഞ്ഞ പടക്കമായിരുന്നു കേരളത്തിൽ മത്സരം നടക്കുന്നത് BJP-യും LDF-ഉം തമ്മിലാണ്. അതേതായാലും അദ്ദേഹത്തിന് തന്നെ പിൻവലിക്കേണ്ട രീതിയിൽ കൊണ്ടെത്തിച്ചു അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ മറ്റ് നേതാക്കൾ. ഒട്ടും വൈകാതെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. അതിനെ അടിവരയിട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും പറഞ്ഞു കേരളത്തിലെ യഥാർത്ഥ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. അത് ആക്ഷരികമായി പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. വളരെ വാശിയേറിയ ഒരു മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. പാലക്കാടിന്റെ ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ പൊതുവെ അവിടെ കാർഷിക മേഖലയിലുള്ള വോട്ടർമാരും
പരമ്പരാഗതമായി ഇരു മുന്നണികൾക്കും വോട്ട് ചെയ്യുന്ന ഒരു പൊതുസമൂഹവുമുള്ള മണ്ഡലമാണ്. അവിടുത്തെ നെൽകർഷകരുടെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാലക്കാട്ടെ മത്സരം എത്ര കരുത്തുറ്റതാണെങ്കിലും അവിടെയുള്ള പരമ്പരാഗതമായ വോട്ടുകളിൽ വലിയ വിഭാഗീയത സൃഷ്ടിച്ചെടുക്കാനായി സാധിക്കുമെന്ന് തോന്നുന്നില്ല. BJP ഒക്കെ ഒരു സമയത്ത് കരുതിയിരുന്നത് അവിടുത്തെ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു. എന്നാൽ അത് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള ധ്രുവീകരണം അവിടെ പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. BJP മൂന്നാം സ്ഥാനത്ത് വളരെ തുച്ഛമായ വോട്ടുകൾ കൊണ്ട് രംഗത്ത് നിന്ന് പോകേണ്ടതായിട്ട് വരും. ശ്രീമാൻ VK ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ച് നാളിതുവരെ ഒരു തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ചെറുപ്പക്കാരുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 5 വർഷം ഫലകരമായി അദ്ദേഹം ഒരു പാർലമെന്റ് അംഗം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം, അതുപോലെ അവിടുത്തെ IIT-യുടെ വികസനം, അതുപോലെ തന്നെ അവിടെ പുതിയ ക്യാമ്പസുകൾ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ അവിടുത്തെ വ്യാവസായിക ഇടനാഴിയിലും വ്യാവസായിക കഞ്ചിക്കോടുള്ള വ്യാവസായിക കേന്ദ്രത്തിലുമൊക്കെ പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നല്ല ഒരളവിൽ നടത്തിയ ഒരാൾ എന്ന രീതിയിലുള്ള ഒരു അംഗീകാരം ശ്രീ VK ശ്രീകണ്ഠനുണ്ട്. വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം ഇരുത്തം വന്ന സീനിയർ നേതാവ് എന്നുള്ള ഒരു സൗകര്യം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും പാലക്കാട് മത്സരം വളരെ വാശിയുള്ളതായിരിക്കും. ഫലം മുൻകൂട്ടി നിശ്ചയിക്കാൻ അത്ര എളുപ്പമുള്ള മണ്ഡലമായിരിക്കുകയില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രീതിയിൽ മത്സര രംഗത്തുള്ള ഒരേ ഒരാളാണ് ശ്രീ A വിജയരാഘവൻ. അദ്ദേഹത്തെ ഒരു തരത്തിലും പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായി കാണാൻ CPM ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് വിജയരാഘവനെ വിജയിപ്പിക്കാൻ CPM-ഉം LDF-ഉം ശ്രമിക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ തക്ക കരുത്തുള്ള ഒരാൾ തന്നെയാണ് VK ശ്രീകണ്ഠൻ. രണ്ടുപേരും ആ മണ്ഡലവുമായി വളരെയേറെ ബന്ധമുള്ള ആളുകളാണ്. പാലക്കാടിന്റെ മുൻകാല ചരിത്രങ്ങളിൽ VS വിജയരാഘവനൊക്കെ, അതുപോലെ T ശിവദാസ മേനോൻ തുടങ്ങിയ സീനിയർ നേതാക്കന്മാർ മത്സര രംഗത്തുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. VS വിജയരാഘവൻ കോൺഗ്രസിലെ കരുത്തുറ്റ ഒരു നേതാവായിരുന്നു. ശിവദാസ മേനോനും അതുപോലെ തന്നെ അവിടെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചയാളാണ്. ഒരു അസംബ്ലി അംഗം എന്ന രീതിയിൽ ശ്രീ MB രാജേഷ് വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഏതായാലും പാലക്കാട് LDF-നെ സംബന്ധിച്ചിടത്തോളവും UDF-നെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാറി മാറി ഇരു മുന്നണികളെയും സ്വീകരിച്ചിട്ടും തള്ളിയുമുള്ള ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. വരും ദിവസങ്ങളിൽ ഇനിയും ഏതാണ്ട് ഒരു മാസത്തിലേറെയായി കാത്തിരിക്കണം. അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഏപ്രിൽ 26-നാണ് കേരളത്തിലെ 26 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഫലമാകട്ടെ വീണ്ടും ഒരു മാസം ഏതാണ്ട് 40 ദിവസങ്ങളോളം കാത്തിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ജൂൺ 4-ന് ഫലപ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു നീണ്ട കാലഘട്ടമാണ് ഇനിയും തെരഞ്ഞെടുപ്പിനായി മുൻപിലുള്ളത്. സ്ഥാനാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇത്രയും ദീർഘ ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ ചൂടേറിയ കാലത്ത് നിലനിൽക്കുക എന്നത് വളരെ ആയാസകരമായ ഒരു സംഗതിയാണ്. എന്നാലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം വരുമ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് സ്ഥാനാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്നവരും കർമ്മരംഗത്തുണ്ടാകും. VK ശ്രീകണ്ഠനെ ഇപ്പോൾ നിലവിലിരിക്കുന്നതായിട്ടുള്ള MP സ്ഥാനം നിലനിർത്താൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള വാശിയോടുകൂടിയാണ് LDF രംഗത്ത് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക്
NDA പോകും എന്ന കാര്യത്തിൽ ആർക്കും തന്നെ, ഒരുപക്ഷെ BJP-യിലുള്ളവർക്ക് തന്നെ പോലും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ ചിത്രം കുറെ കൂടെ വ്യക്തമാകും എന്ന് വേണം കരുതാൻ.